അയിമ നമ്മുടെ നല്ലൊരു ക്ലയൻ്റാണ്. എസ്പെഷ്യലി അയിമ ഒരു പട്ടാണി ഒരു കാസ്റ്റാണ് അല്ലേ, നമ്മളിങ്ങനെ കച്ചി പട്ടാണി എന്നൊക്കെ പറയുന്ന പോലെ. അയിമ ഇവിടെ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ചില പോയിന്റ്സ് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ തോന്നി. പക്ഷേ ഞാനൊരു പാരൻ്റാണ്, പക്ഷേ ഇത് ഒരുപാട് പാരൻ്റ് അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഞാനിവിടെ ദുവാട് സംസാരിച്ചപ്പോൾ ദുവ 7 ലാംഗ്വേജ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. പിന്നെ ദുവാട് ഓരോ സംസാരങ്ങളും ഭയങ്കര പോസിറ്റീവായിട്ട് ഞാൻ ഇതായി. അപ്പം ഞാൻ അവിടെ വന്ന് ഫേഷ്യൽ റൂമിൽ ചോദിച്ചു എങ്ങനെ ഈ കുട്ടി ഇത്രയും ടാലൻ്റ് ആയെന്ന്. അപ്പോൾ നമ്മൾ ഒരുപാട് പാരൻസ്, കാരണം ഇന്നത്തെ ജനറേഷനിലെ പാരൻസിന് കുട്ടികളെ ടാക്കിൾ ചെയ്യാൻ അത്ര അങ്ങോട്ട് വശമില്ല. അവരെല്ലാവരും നമ്മളെക്കാട്ടി ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് അവരെല്ലാം നമ്മളെക്കാട്ടി നോളേജാണ്. അപ്പോൾ എന്താണ് നമ്മുടെ പാരൻസിന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ചെറിയൊരു അഡ്വൈസ്? ഏറ്റവും ആദ്യം അവരെ ചേർത്ത് പിടിക്കുക, അവരുടെ കൂടെ നിൽക്കാൻ പഠിക്കുക, മൊബൈൽ വേൾഡിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുക. എല്ലാവരുടെ കയ്യിൽ ഞാൻ നോക്കുമ്പോൾ ഒരേ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോഴും 3-4 പേരുടെ കയ്യിൽ ഫോണാണ്. കൊച്ചു കുട്ടികൾ മുതൽ വലിയവരുടെ കയ്യിൽ എല്ലാം ഫോൺ ആണ് ആദ്യത്തെ വിക്ടിം. ഇതിനെ തന്നെ ഒഴിവാക്കുക ഏറ്റവും അത്യാവശ്യം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അവരെ ചേർത്ത് പിടിക്കുക, നിങ്ങളുടെ പഴയ കാലം അവര് മനസ്സിലാക്കി കൊടുക്കുക, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിത ശൈലി, അതുപോലെ ഇപ്പൊ കിട്ടുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് അവരെ ഒന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തുക. അതേപോലെ ഇന്നത്തെ തലമുറക്ക് വരുന്ന വ്യത്യാസങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ദാറ്റ് മൊബൈൽ യൂസ് ചെയ്യാം, അതിനൊരു കാലാവധി കൊടുക്കുക, ഇച്ചിരി ഒരു ടൈം കൊടുക്കുക, ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ടൈം ഫ്രെയിം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പഠിക്കുന്നതല്ല മൊബൈൽ വെച്ചല്ലേ ക്ലാസ്സും കാര്യങ്ങളും? അല്ല, ഓക്കെ, പഠിക്കാനായിട്ട് നമ്മുടെ ക്ലാസ് റൂംസ് ഫുള്ള് മൊബൈലൈസ് ആയെങ്കിലും ബാക്കിയുള്ള ടൈം പ്ലേ ഗ്രൗണ്ട്സിൽ കൊടുക്കാം, ബുക്സ് ക്രിയേറ്റീവ് ആക്കാം. അതുകൂടാതെ അവരെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാം. ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണി കണ്ട ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയിട്ട് ജസ്റ്റ് അവിടെ തള്ളിയിടുകയല്ല ചെയ്യേണ്ട, പാരൻസും കൂടി അതിൽ ഇൻവോൾവ് ആവണം. അതിനുവേണ്ടി എല്ലാ വീക്കെൻഡ്സും മാറ്റി വെക്കുക. ഇപ്പൊ എല്ലാവരും ഭയങ്കര ബിസി ലൈഫ് അല്ലേ, ഹസ്ബൻഡ് ബിസി, മക്കളായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ടൈം അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വളരെ നല്ലതാണ് ഇപ്പൊ എല്ലാ വീക്കെൻഡ്സും നമുക്ക് കിട്ടുന്നുണ്ട്. സൺഡേ ഒരു 2 മണിക്കൂർ പാരൻസും കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെക്കുക. അതാണ് ഏറ്റവും അത്യാവശ്യം. പാരൻസ് ചെയ്യേണ്ട കാര്യം 2 മണിക്കൂർ നമ്മുടെ ബിസി ഷെഡ്യൂളിൽ നിന്ന് മാറ്റി വെച്ചിട്ട് കുട്ടികളുടെ കൂടെ ഇന്ററാക്ട് ചെയ്യുക. ഈ ഒരു 2 മണിക്കൂർ ഷെഡ്യൂൾ മാറ്റിയില്ലെങ്കിൽ അവരുടെ മെച്ചൂർ ടൈമിൽ നമ്മൾ കരയേണ്ടി വരും. അത്രേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യപ്പെടുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും കോൺസെൻട്രേഷനോടെ നമ്മളോട് ചേർത്ത് പിടിക്കണം എന്നില്ല. കുട്ടി വേറെ വഴിക്ക്, പാരൻസ് വേറെ വഴിക്ക്. കുറച്ച് എൽഡർ ഏജിലേക്ക് അല്ലെങ്കിൽ ടീനേജർ ആയി കഴിയുമ്പോഴത്തേക്കും കുട്ടികളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു തനിമ ഫസ്റ്റ് തിങ്, രണ്ടാമത്തെ റെസ്പെക്റ്റ് ഉണ്ടാവുമെന്ന് വരില്ല. അവരവരുടെ ലോകത്ത് ബിസിയാകും, നമ്മുടെ ലോകത്ത് ബിസിയാകും. നമ്മൾ ചെയ്യേണ്ടത് ഇവർ മൂന്ന് തലമുറയെ നമ്മൾ ചേർത്ത് പിടിക്കുക. ഏറ്റവും അത്യാവശ്യം സ്വന്തം പാരൻസിനെ ആദ്യം ബഹുമാനിക്കാൻ പഠിക്കുക, എന്നാലേ കുട്ടികൾ നിങ്ങൾ ബഹുമാനിക്കുകയുള്ളൂ. നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും വീട്ടിലും മാതാപിതാക്കളുണ്ട്, അവരെ ആദ്യം ബഹുമാനിക്കാൻ പഠിക്കുക. അവർ തലമുറയുടെ ഏറ്റവും വലിയ സ്ട്രോങ് ബിൽഡിംഗ് ആണ്. അവരാണ് നമ്മളെ ജന്മം നൽകിയേക്കുന്നത്. അവരെ ചേർത്ത് പിടിച്ചിട്ട് അടുത്ത തലമുറക്ക് അതൊരു പാഠമായിട്ട് നമ്മൾ തന്നെ ഒരുക്കുക. അവരുടെ കൂടെ കുറെ നല്ല ടൈം സ്പെൻഡ് ചെയ്യുക. അവർ ഔട്ടിങ്ങിനൊക്കെ കൊണ്ടുപോകുമ്പോൾ അതേ രീതിയായിരിക്കും നമ്മുടെ കുട്ടികൾ നമ്മൾ വയസ്സാവുമ്പോൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും കാര്യം. ഇപ്പൊ ദുവാ കുറുമ്പൊക്കെ എടുക്കുന്ന സമയത്ത് അവളെ അടിക്കാറുണ്ടോ, ഉപദേശിക്കാറുണ്ടോ? ഉപദേശിക്കാറാണ് കൂടുതൽ, അടിക്കാറ്